അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അതിൻ്റെ സമകാലിക വൈജ്ഞാനിക വിശകലനം, ആശയ സംഗ്രഹവുമാണ് നമ്മളിപ്പോൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 67-ാം അധ്യായമായ സൂറത്തുൽ മുൽക്കിൻ്റെ മൗലിക പ്രമേയങ്ങളെ സമകാലിക വെല്ലുവിളികളുമായി ബന്ധിപ്പിച്ച് ഒരു വിശകലനമാണ് ഇവിടെ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ സൂറത്തിൻ്റെ ദൈവശാസ്ത്രപരവും ധാർമ്മികപരവുമായ ഉൾക്കാഴ്ചകൾ ആധുനിക സമകാലിക സാമൂഹിക പരിസ്ഥിതി വിഷയങ്ങളെ അഗാധമായ പ്രസക്തിയിലൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിൻ്റെ ആമുഖം സൂറത്തുൽ മുൽക്ക്, അതിൻ്റെ സമകാലിക പ്രസക്തി എന്താണ് എന്നാണ് നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്യുന്നത്. ഖുർആനിലെ 67-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ മുൽക്ക്. ഇത് 29-ാമത്തെ ഭാഗമാണ് തബാറക് ജുസ് ഇതിലുള്ളത്. ഈ അധ്യായത്തിൻ്റെ പേര് അതിൻ്റെ ആദ്യ വാക്കിൽ നിന്നു തന്നെ ലഭിച്ച ഒന്നാണ്, തബാറക്ക. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. അപ്പോൾ ആ മുൽക്ക് എന്ന പദത്തിൽ നിന്നാണ് അൽ മുൽക്ക് എന്ന വാക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം പരമാധികാരം അല്ലെങ്കിൽ ആധിപത്യം എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ സൂറത്തിൻ്റെ പ്രധാന ആശയം പ്രപഞ്ചത്തിലുള്ള സമ്പൂർണമായ ഉടമസ്ഥതയും നിയന്ത്രണവും അള്ളാഹുവിനാണ് എന്ന പ്രഖ്യാപനമാണ്. സൂറത്തുൽ മുൽക്ക് നിരവധി പ്രധാനപ്പെട്ട പ്രമേയങ്ങളെ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇതിൽ അള്ളാഹുവിൻ്റെ പരമാധികാരത്തെക്കുറിച്ചുള്ള ഊന്നൽ നൽകുന്നുണ്ട്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ മുതൽ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും ആ സൃഷ്ടിപ്പിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ക്ഷണവും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങളെക്കുറിച്ച് ഈ അധ്യായം വളരെ കൃത്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഈ സൂറത്തിൻ്റെ ചരിത്ര പശ്ചാത്തലവും അതിൻ്റെ ഒരു ക്ലാസിക്കൽ വ്യാഖ്യാനത്തിൻ്റെ പ്രാധാന്യവുമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. സൂറത്തുൽ മുൽക്ക് മക്കയിൽ അവതരിക്കപ്പെട്ട അധ്യായമാണ്. മക്കൻ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസം, അതുപോലെ തന്നെ പരലോക വിശ്വാസം, പ്രവാചകന്റെ ദൗത്യം എന്നീ അടിസ്ഥാന വിഷയങ്ങളെ നിഷേധിച്ച മക്കയിലെ ബഹുദൈവാരാധകരോടുള്ള ശക്തമായ സംവാദമാണ് അധിക മക്കി സൂറകളിലും നമുക്ക് കാണുന്നത്. ഈ സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം അതുതന്നെയാണ്. ഒരു പ്രത്യേക വെളിപാടിൻ്റെ കാരണം വിശുദ്ധമായ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വാക്ക് രഹസ്യമാക്കുക, അല്ലെങ്കിൽ അത് പരസ്യമാക്കുക. ഈ വാക്യം അള്ളാഹുവിൻ്റെ റസൂലിനെ പരിഹസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമായി സംസാരിക്കുകയും ചെയ്തിരുന്ന മുശ്രിക്കുകളെ കുറിച്ചാണ് അവതരിച്ചത്. തങ്ങളുടെ സംസാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൈവം കേൾക്കാതിരിക്കാൻ, രഹസ്യമായി സംസാരിക്കാൻ അവർ പരസ്പരം പറഞ്ഞിരുന്നു. അപ്പോൾ തങ്ങളുടെ സംസാരം രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്ന ആയത്താണ് അതിലൂടെ ഓർമ്മിപ്പിച്ചത്. സൂറത്തിൻ്റെ ശക്തമായ അതിൻ്റെ പദവിയും അതിൻ്റെ സ്ഥാനവുമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. സൂറത്തുൽ മുൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി ഹദീസിൽ വിശദീകരിച്ച സൂറയാണ്. ഇതിനെ വാഖിയ, സംരക്ഷണം എന്നും മുൻജിയ, രക്ഷകൻ എന്നും ഈ സൂറത്തിന് മറ്റു പേരുകൾ അവതരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന വ്യക്തിയെ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുമെന്നും സ്വർഗത്തിൽ പ്രവേശിക്കാൻ ശുപാർശ ചെയ്യുമെന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഈ സൂറയുടെ ആത്മീയ ഫലം എന്താണ്? അതിൻ്റെ ആശയപരമായ ശക്തിയിൽ നിന്ന് ഉടലെടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതായത് അള്ളാഹുവിൻ്റെ പരമാധികാരം, കർമ്മങ്ങളുടെ ഗുണനിലവാരം,
പ്രപഞ്ചത്തിൻ്റെ അചിന്തനീയമായ വ്യാപ്തി തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഒരു വ്യക്തി നിരന്തരം ചിന്തിക്കുമ്പോൾ ഭൗതികമായ അഹങ്കാരത്തിൽ നിന്നും ലോകത്തിലെ മിഥ്യാബോധത്തിൽ നിന്നും അയാൾക്ക് മോചനം ലഭിക്കുന്നു. ഇത് ഭൗതികമായ പാപങ്ങളെയും നിഷിദ്ധമായ കാര്യങ്ങളെയും തടയുന്നതിന് കാരണമാകുന്നു. യഥാർത്ഥത്തിൽ വിശ്വാസി ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ അതിലെ ആശയങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുകയും അത് ഭൗതിക ജീവിതത്തിലെ വിനയത്തിനും ഉത്തരവാദിത്ത ബോധത്തിനും വഴിയൊരുക്കുകയും അതുമൂലം പരലോകത്തെ ശിക്ഷയിൽ നിന്നുള്ള സംരക്ഷണത്തിന് അത് കാരണമാവുകയും ചെയ്യുന്നു. ഇതാണ് ഈ സൂറത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇതിൻ്റെ പദവിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അള്ളാഹുവിൻ്റെ കേവല പരമാധികാരം അൽ മുൽക്ക് നമുക്കിന്നത്തെ ആധുനിക രാഷ്ട്രീയ ധാർമ്മിക ചിന്തയിൽ എന്താണ് എന്ന് നോക്കാം. സൂറത്തുൽ മുൽക്കിൻ്റെ തുടക്കം തന്നെ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ പരമാധികാരത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനമാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പരമാധികാരം ആരുടെ കയ്യിലാണോ അവൻ അനുഗ്രഹപൂർണനാകുന്നു, എല്ലാ കാര്യത്തിനും അവന് കഴിവുള്ളവനാകുന്നു എന്ന ശക്തമായ ഒരു പ്രഖ്യാപനമാണ് ഇവിടെ നടക്കുന്നത്. തബാറക്ക എന്ന വാക്ക് ബർക്കത്ത്, അഭിവൃദ്ധി, വർധനവ് എന്നതിൽ നിന്നെല്ലാം നമുക്ക് അതിൻ്റെ ആശയങ്ങളെ അർത്ഥങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയും. അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും അത്യുന്നതൻ എന്ന അർത്ഥമാണ് ഇവിടെ ഇതിന് നൽകപ്പെടുന്നത്. മനുഷ്യൻ്റെ അധികാരം മലിനമാവുകയും അഴിമതിക്ക് വിധേയമാവുകയും എല്ലാ ദുർപ്രവർത്തനങ്ങൾക്കുമുള്ള സാധ്യതയുള്ളപ്പോൾ അള്ളാഹുവിൻ്റെ അധികാരം എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമാണ്. അധികാരമുള്ളവർക്ക് അത് അഴിമതിക്ക് കാരണമാകാമെന്ന ലോകതത്വം നിലനിൽക്കുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ അധികാരം തബാറക്കയായി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ബറക്കത്തുള്ളതായി, ശ്രേഷ്ഠമായി, ഉത്തമമായി, ഔന്നിത്യമായി ഉൾക്കൊള്ളുന്നു എന്ന് ഈ ആശയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൻ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതനാണ്, അവൻ എല്ലാ അർത്ഥത്തിലും ഉന്നതനാണ് എന്ന അർത്ഥവും നമുക്കിതിന് കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ അൽ മുൽക്ക് എന്നതും അൽ ഖദീർ എന്ന ഒരു സങ്കല്പവുമാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ പരമാധികാരം, അതായത് മുൽക്ക്, അവൻ്റെ സർവശക്തി, അതായത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്ന ഖദീർ എന്ന പദവും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ പരമാധികാരം നിലനിൽക്കുന്നു എന്നതാണ്. താൻ ഉദ്ദേശിക്കുന്നത് എന്തും ചെയ്യാൻ അള്ളാഹുവിന് കഴിയും, അവനെ തടയാൻ ഒന്നിനും സാധ്യമല്ല. ഈ ആയത്ത് അധികാരത്തെക്കുറിച്ചുള്ള ഒരു ഇസ്ലാമിക സിദ്ധാന്തം അവതരിപ്പിക്കുന്നു. യഥാർത്ഥ പരമാധികാരി അള്ളാഹുവാണ്. അതിനാൽ ലോകത്ത് ഭരണം നടത്തുന്ന മനുഷ്യ ഭരണാധികാരികൾ താൽക്കാലിക ട്രസ്റ്റികൾ മാത്രമായിട്ടേ നിലകൊള്ളുകയുള്ളൂ. ഇസ്ലാം ഒരിക്കലും അവർ പരമാധികാരികളാണ് എന്ന് പറഞ്ഞിട്ടില്ല. ആധുനിക രാഷ്ട്രീയം, കോർപ്പറേറ്റ് സമ്പദ് വ്യവസ്ഥ, സാങ്കേതിക വിദ്യ എന്നിവയിൽ മനുഷ്യൻ തൻ്റെ കഴിവിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും പേരിൽ അമിതമായി അഹങ്കരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഈ ആയത്ത് മനുഷ്യൻ്റെ കഴിവിൻ്റെ ക്ഷണികതയും ദൈവിക കഴിവിൻ്റെ സമ്പൂർണ്ണതയും തമ്മിലുള്ള വ്യക്തമായ വൈരുദ്ധ്യം ഓർമ്മിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ്റെ അധികാരത്തിൻ്റെ ക്ഷണികതയും ധാർമ്മികമായ വെല്ലുവിളികളും എന്തൊക്കെയാണ് എന്നത് നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാം. മനുഷ്യൻ്റെ അധികാരം പരിമിതമാണ്, താൽക്കാലികമാണ്. അള്ളാഹുവോടുള്ള ഉത്തരവാദിത്ത ബോധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുമ്പോൾ ഈ അധികാരം അഴിമതിയിലേക്കും അനീതിയിലേക്കും അടിച്ചമർത്തലിലേക്കും നയിക്കാൻ കഴിയും. എന്നാൽ അള്ളാഹുവിൻ്റെ ആധിപത്യം, കരുണ, നീതി, സമ്പൂർണ്ണ ജ്ഞാനം എന്നിവയാൽ സവിശേഷമാക്കപ്പെട്ടതുമാണ്. നാം അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും വെല്ലുവിളികളും അവൻ്റെ കേവലമായ നിയന്ത്രണത്തിൻ്റെ ഫലം മാത്രമാണ്. ലോകത്തിലെ ഏകാധിപത്യത്തിൻ്റെയും കോർപ്പറേറ്റ് അധികാര വർഗത്തിൻ്റെയും ധാർമ്മിക അടിത്തറയെ ഈ ആശയം ചോദ്യം ചെയ്യും. യഥാർത്ഥ അധികാരം ദൈവത്തിൻ്റെ കൈവശമാണെന്ന ധാരണ മനുഷ്യനെ എപ്പോഴും വിനയാന്വിതനാക്കുകയും സാഹസ്യത്തിനായി അവനിലേക്ക് തിരിയാൻ ഓർമ്മിപ്പിക്കുകയും എല്ലാ സമയത്തും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവനിലേക്ക് തിരിയാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. നമ്മൾ നോക്കണം, നമ്മളൊരു ഭരണാധികാരി ഭൂമിയിൽ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയൊക്കെ ആയി നിലനിൽക്കുമ്പോൾ തന്നെ അയാൾ മറ്റൊരു പരമാധികാരിയുടെ പ്രതിനിധിയാണ് എന്ന ബോധമുണ്ടാകുമ്പോൾ അയാൾ പൂർണ്ണമായും വിനയാന്വിതനാകുന്നു. എന്നാൽ ആ ഒരു വിശ്വാസമില്ലാത്തവർ അഹങ്കാരികളും ഏകാധിപതികളും ആയി മാറുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ആകാശത്തുള്ളവർ എന്ന ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. ആകാശത്തുള്ളവൻ
നിങ്ങളെ ഭൂമിയിൽ ആഴ്ത്തിക്കളയുന്നതിനെക്കുറിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുന്നുവോ എന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. കേവലം ഒരു ചോദ്യമല്ല അത്, മറിച്ച് ദൈവത്തിൻ്റെ ഔന്നിത്യത്തെയും അധികാരത്തെയും ഊന്നിപ്പറയുന്ന ശക്തമായ ഒരു താക്കീതാണ്. തങ്ങളുടെ നിഷേധത്തിൽ സുരക്ഷിതരാണെന്ന് കരുതുന്നവർക്കുള്ള ശക്തമായ വിമർശനമാണ് ഭൂമി പെട്ടെന്ന് പിളർന്ന് താഴെ പോവുകയോ അല്ലെങ്കിൽ ആകാശത്തു നിന്ന് കല്ലുകളുടെ കൊടുങ്കാറ്റ് അയക്കപ്പെടുകയോ ചെയ്യാനുള്ള സാധ്യത മുന്നോട്ട് വെക്കുമ്പോൾ മനുഷ്യൻ്റെ സുരക്ഷാബോധം കേവലം മിഥ്യയാണെന്ന് ബോധ്യപ്പെടുന്നു. ആധുനിക സമൂഹത്തിൽ മനുഷ്യൻ തൻ്റെ സാങ്കേതിക വിദ്യയിലും സുരക്ഷിത നിർമ്മിതികളിലുമാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഭൂകമ്പങ്ങൾ, മണ്ണിടിച്ചിലുകൾ, തീവ്രമായ കാലാവസ്ഥാ മാറ്റങ്ങൾ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യൻ്റെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും എളുപ്പത്തിൽ തകർക്കാൻ കഴിയുന്നു. ദൈവിക ശക്തിക്ക് സാധിക്കുമെന്ന് അത് തെളിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ നോക്കണം, ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ഏത് വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായാലും, എത്ര വലിയ സംരക്ഷണ ഭിത്തികൾ ഉണ്ടാക്കിയാലും, പ്രകൃതിയുടെ കോപ്പം അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന സുനാമികൾ, അതുപോലെ തന്നെ ഭൂകമ്പങ്ങൾ, ഇതിൽ നിന്ന് ഒരു മനുഷ്യരാശിക്ക് രക്ഷപ്പെടാൻ പൂർണ്ണാർത്ഥത്തിൽ സാധ്യമായിട്ടില്ല. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ എത്ര വലിയ വിശാലമായ അർത്ഥങ്ങളിലേക്ക് മുന്നോട്ട് പോയാലും ഈ ഒരു വിഷയത്തിൽ വളരെ കർക്കശമായ അല്ലെങ്കിൽ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യചിഹ്നമായി ഇവിടെ നിൽക്കുകയാണ്. ഇവിടെയാണ് തബാറക്ക സൂറത്തിൻ്റെ ഈ ആകാശ ഭൂമികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴുള്ള ആ ഒരു വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് നോക്കൂ, വിശുദ്ധ ഖുർആനിൻ്റെ അടുത്തത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് പറയുന്ന ഭാഗമുണ്ട്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഉദ്ദേശം എന്താണ്? അഹ്സൻ അമൽ എന്ന് പറയുന്ന ഒരു സമഗ്രമായ ഒരു വീക്ഷണമാണ്. സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്ന സൂറത്തിലെ സുപ്രധാന ആയത്താണിത്. നിങ്ങളിൽ ആരാണ് കർമ്മം കൊണ്ട് ഏറ്റവും നല്ലവനെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാണ് അവൻ ഏറെ പ്രതാപിയും ഏറെ പൊറുക്കുന്നവനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അൽ ഹയാത്തും അൽ മൗത്ത് രണ്ടും വളരെ സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു സംഗതിയാണ്. അത് രണ്ടും, ഒന്ന് ജീവിതവും മറ്റൊന്ന് മരണവും എന്നത്. രണ്ടും സൃഷ്ടി എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ജീവൻ മാത്രം സൃഷ്ടിയും മറ്റേത് സൃഷ്ടി അല്ല എന്നുമല്ല. ജീവിതവും മരണവും അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഇവ കേവലം ഒരു കാര്യത്തിൻ്റെ ആരംഭവും അവസാനവുമല്ല, മറിച്ച് മനുഷ്യൻ്റെ ധാർമ്മികവും ആത്മീയവുമായ വളർച്ച അളക്കുന്നതിനുള്ള ഒരു സങ്കീർണമായ പരീക്ഷണ സംവിധാനമാണ് ഈ സംഗതി, ജീവിതവും മരണവും എന്ന് പറയുന്നത്. മരണം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് കേവലം ഇല്ലായ്മയല്ല, മറിച്ച് സൃഷ്ടിപ്പിൻ്റെ തുടർച്ചയുടെയും വിരാമത്തിൻ്റെയും ഭാഗമായ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു ജീവൻ്റെ വിരാമവും മറ്റൊരു ലോകത്തേക്കുള്ള തുടർച്ചയുമാണ് മരണം എന്ന് പറയുന്നത്. അഹ്സനു അമല എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ ആശയതലങ്ങളിലേക്ക് വീണ്ടും നമ്മൾ ആലോചിച്ച് നോക്കുകയാണ്. ഈ ആയത്തിൽ പരീക്ഷിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യുന്നവരെ അല്ല, മറിച്ച് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരെയാണ്. അതായത് കർമ്മങ്ങളുടെ അളവിനേക്കാൾ അതിൻ്റെ ഗുണനിലവാരത്തിനാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഒരു ക്ലാസിക്കൽ വ്യാഖ്യാനം അനുസരിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വിശദീകരണം ഇങ്ങനെയുണ്ട്. ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകന്നു നിൽക്കുന്നവനാണ് അവൻ എന്ന് മറുപടി കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. സമകാലിക ഇസ്ലാമിക പണ്ഡിതന്മാർ ഈ ആശയത്തിന് ഇരട്ട മാനദണ്ഡങ്ങൾ നൽകുന്നുണ്ട്. ഒന്ന് ഇഖ്ലാസ് എന്ന ഒരു വാക്കാണ്, അതായത് കർമ്മം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമായിരിക്കണം എന്നതാണ്. രണ്ടാമത്തത് മുതാബഅ, അതായത് ശരിയായ രീതിയിൽ കർമ്മം ഇസ്ലാമിക ശരീഅത്ത് അനുശാസിക്കുന്ന രീതിയിൽ പ്രവാചകന്റെ ചര്യക്കനുസരിച്ച് ആയിരിക്കണം എന്ന് പറയുന്ന ഒരു രംഗം. ഇതാണ് ഇതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വിവരണം. ആധുനിക ലോകത്തിൽ വ്യക്തികളുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഭൗതികമായ ലാഭം, പ്രശസ്തി, സ്ഥാനമാനങ്ങൾ എന്നിവ ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. അഹ്സൻ അമൽ എന്ന തത്വം ഈ ഭൗതിക ലക്ഷ്യങ്ങൾക്ക് മുകളിൽ ധാർമ്മിക ലക്ഷ്യങ്ങളെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. ഇത് എല്ലാ പ്രൊഫഷണൽ, സാമൂഹിക, വ്യക്തിപരമായ ഇടപെടലുകൾക്കും ബാധകമായ ഒരു ഇസ്ലാമിക എത്തിക്സ് നൽകുന്നുണ്ട്. ഒരു ഭരണാധികാരി, ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ചെയ്യുന്ന മികച്ച പ്രവൃത്തി എന്നത് അവരുടെ കഴിവിൻ്റെ പൂർണ്ണതയോടൊപ്പം അവരുടെ ഉദ്ദേശത്തിൽ ആത്മാർത്ഥതയുടെയും ഉത്തരവാദിത്ത ബോധത്തിൻ്റെയും അളവാണ്. അതുകൊണ്ട് നമ്മൾ നോക്കണം ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ വാക്കുകളുടെ അത്ഭുതങ്ങളെക്കുറിച്ചാണ്. അൽ അസീസ്, അൽ ഗഫൂർ എന്ന് പറയുന്ന രണ്ട് പദങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പരീക്ഷണത്തിൻ്റെ ആയത്ത് അവസാനിക്കുന്നത് അള്ളാഹുവിൻ്റെ രണ്ട് ഗുണവിശേഷണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അൽ അസീസ് എന്ന് പറഞ്ഞാൽ പ്രതാപിയായവൻ, സർവശക്തൻ എന്നാണ്. അൽ ഗഫൂർ ഏറെ പൊറുക്കുന്നവൻ എന്നതാണ്. പ്രതാപിയായവൻ ശിക്ഷിക്കാൻ കഴിവുള്ളവനാണ്, എന്നാൽ ഉടൻ ശിക്ഷിക്കാതെ മനുഷ്യൻ്റെ ദൗർബല്യം അറിയുന്നതുകൊണ്ട് പരീക്ഷണം കഴിഞ്ഞാൽ കാരുണ്യത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും വാതിൽ തുറന്നിടുന്നു. ഈ സന്തുലിതാവസ്ഥ മനുഷ്യന് പ്രതീക്ഷയോടെ പരീക്ഷണങ്ങളെ നേരിടാനുള്ള പ്രോത്സാഹനം വിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് ഈ വിശുദ്ധ
സംവിധാനത്തെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ഇത്ര കൃത്യമായ ഇടപെടലുകളെക്കുറിച്ച് ഈ സൂറത്തുൽ മുൽക്ക് നമ്മളോട് പ്രതിപാദിക്കുന്നുണ്ട്. മാത്രമല്ല ഇനി അടുത്തത് നമ്മൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ മിൻ തഫാവുത്തിൻ ഫർജി അൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ എന്ന് പറയുന്നുണ്ട്. അതായത് പ്രപഞ്ചത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ദൃഷ്ടാന്തം? കോസ്മോളജി എന്ന് പറയുന്ന നമ്മുടെ പ്രപഞ്ചശാസ്ത്രത്തെക്കുറിച്ചുള്ള വളരെ കൃത്യമായ നിലപാട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ മുൽക്ക് പ്രപഞ്ച സൃഷ്ടിപ്പിൻ്റെ മഹത്വത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഇത് വിശ്വാസികളെ പ്രപഞ്ചത്തെ അത്ഭുതത്തോടെയും ചിന്തയോടെയും നോക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. തഫാവുത്ത് എന്ന ഒരു വാക്ക് നോക്കൂ, സൃഷ്ടിയുടെ യാതൊരു വൈരുദ്ധ്യമോ അപാകതയോ ഇല്ലാതെ സൃഷ്ടാവിൻ്റെ ആ ഒരു പ്രവർത്തനത്തെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഫർജിഇൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ സുമ്മ റജിഇൽ ബസറ കർറതൈനി യൻഖലിബ് ഇലൈകൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ. നീ ആകാശത്തിലേക്ക് നോക്കൂ. അവലം യറൂ ഇലസ് സമാ, ആകാശത്തിലേക്ക് നോക്കൂ. ആകാശത്തിൽ നോക്കിയാൽ നിനക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? അവിടെ എന്തെങ്കിലും കുറവുകളോ മറ്റോ കുറച്ചിലുകളോ കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ല. നീ അങ്ങനെ വീണ്ടും നോക്കൂ. നോക്കിയാൽ നീ അശക്തനായി തിരിച്ചു വരുമെന്ന് പറയുന്ന വളരെ കൃത്യമായ ഒരു പഠനം ഇവിടെ നടക്കുകയാണ്. ഒന്നുകൂടി നോക്കൂ. നിന്റെ കാഴ്ച നിസ്സഹായതയുടെയും ക്ഷീണതനാവുകയും നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരികയും ചെയ്യുമെന്ന് പറയുന്ന വളരെ കൃത്യമായ മനുഷ്യൻ്റെ ബലഹീനതയെക്കുറിച്ചും അവൻ്റെ കഴിവില്ലായ്മയെക്കുറിച്ചും അവൻ്റെ അഹങ്കാരത്തിന് യാതൊരു വിലയുമില്ല എന്ന് കൃത്യമായി പറഞ്ഞു തരുന്ന വാക്കുകളാണ്. മനുഷ്യൻ്റെ കാഴ്ചയുടെ പരിമിതിയെക്കുറിച്ചും പ്രപഞ്ചത്തിൻ്റെ അചിന്തനീയമായ വ്യാപ്തിയെയും സങ്കീർണതയെക്കുറിച്ചും ഈ വാക്യം നമുക്ക് മുമ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്തത് സബ്അ സമാവാതിൻ തിബാഖാ എന്ന് പറയുന്ന ഒരു വാക്ക് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിൽ നമുക്ക് കാണാൻ കഴിയും. തിബാഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ എബോവ് അനദർ ലയേർഡ്, പാളികളായി ഒന്നിനു മുകളിൽ മറ്റൊന്നായിട്ട് വെക്കപ്പെട്ടിട്ടുള്ള ആ 7 ആകാശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സമകാലിക വ്യാഖ്യാനത്തിൽ ആധുനിക പണ്ഡിതന്മാർ സമാവാത്ത് എന്ന് പറഞ്ഞാൽ ആകാശങ്ങൾ എന്നതിനെ കേവലം ഭൗമാന്തരീക്ഷത്തിൻ്റെ പാളികളായി കണക്കാക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പകരം ഇത് മനുഷ്യൻ്റെ ദൃഷ്ടിഗോചരമല്ലാത്ത മറ്റു ലോകങ്ങളോ അളവുകളോ ഡയമെൻഷനുകളോ ആകാമെന്ന് ഇന്നത്തെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നിലവിലുള്ള ശാസ്ത്രീയ കണ്ടെത്തലുകൾക്ക് അപ്പുറത്തുള്ള അദൃശ്യ യാഥാർത്ഥ്യങ്ങളെ ഈ സൂറത്ത് സ്ഥിരീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ വിഷയങ്ങളിൽ ശാസ്ത്രീയമായ പരീക്ഷണങ്ങളെ മാത്രം ആശ്രയിക്കാതെ ഖുർആനിക വെളിപാടുകളെ അടിസ്ഥാനമാക്കണം എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. കാരണം എന്താണ്? 7 ആകാശങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് ശാസ്ത്രത്തിന് കണ്ടുപിടിക്കാത്ത പല സംഗതികളെക്കുറിച്ചുമുള്ള വലിയ ഒരു സൂചനയാകാം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ എയറോഡൈനാമിക്സിലെ ദൈവിക നിയന്ത്രണം എന്താണ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അവലം യറൂ ഇല ത്വയ്രി ഫൗഖഹും സാഫാത്തിൻ യഖ്ബിദ്ന മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ. ചിറക് വിരിച്ച് പറക്കുന്ന പക്ഷികളെ അവർ കണ്ടിട്ടില്ലേ? ആ പക്ഷികളെ താങ്ങി നിർത്തുന്നവൻ അവൻ മാത്രമാണ്, അള്ളാഹുവാണ്, വേറെ ആരാണ് എന്ന് പറയുന്ന ഈ ആയത്ത് പക്ഷി പറക്കുന്നതിൻ്റെ യാന്ത്രികതയെക്കുറിച്ചുള്ള ചിന്തകൾക്ക് പ്രോത്സാഹനം നൽകുന്നു. പക്ഷികൾ ചിറകുകൾ ഉപയോഗിച്ച് വായുവിൽ തങ്ങി നിൽക്കുന്നതിലെ സങ്കീർണമായ എയറോഡൈനാമിക്, അതായത് വായു ചലനശാസ്ത്രം എന്ന് പറയുന്ന ഏറ്റവും നൂതനമായ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഭൗതിക ശാസ്ത്ര തത്വങ്ങളും ദൈവിക ശക്തിയുടെ ദൃഷ്ടാന്തങ്ങളുമാണ് ഇവിടെ വിശദീകരിക്കപ്പെടുന്നത്. മനുഷ്യൻ വിമാനങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ പക്ഷികളിൽ അതിൻ്റെ ഭൗതിക ശാസ്ത്രപരമായ ആശയങ്ങൾ അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. മനുഷ്യനിർമ്മിത വിമാനങ്ങൾക്ക് കൃത്യമായ കണക്കുകൂട്ടലുകളും എയർ ട്രാഫിക്കുകളുമുള്ള ആശയവിനിമയങ്ങളും ആവശ്യമാണെന്നാൽ പക്ഷികൾക്ക് സ്വാഭാവികമായി യാതൊരു കണക്കുകൂട്ടലുകളും കൂടാതെ അവ പറക്കുന്നുണ്ട്. പക്ഷേ ഒന്നും കൂട്ടിമുട്ടുകയോ അതിൻ്റെ ചലനങ്ങൾക്ക് അതിൻ്റെ വ്യോമ മേഖലകൾക്കോ യാതൊരു കുറവും വരുന്നില്ല. ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. പ്രകൃതിയിലെ ഈ തികഞ്ഞ യോജിപ്പും പക്ഷികളുടെ പറക്കലും യാദൃശ്ചികമല്ല. ശാസ്ത്രം ഈ പ്രതിഭാസങ്ങളെ നിരീക്ഷിച്ച് നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ നിയമങ്ങളെ സൃഷ്ടിച്ചത് ആരാണെന്ന ചോദ്യം അവശേഷിക്കുന്നു. ശാസ്ത്രം ദൈവത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളെ വെളിപ്പെടുത്തുന്നു, അവയെ റദ്ദ് ചെയ്യുന്നില്ല, റദ്ദാക്കുന്നില്ല എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് സൂറത്തുൽ മുൽക്കിൻ്റെ ഈ അത്ഭുതകരമായ ഒരു പഠനം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കി
മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഭൗമമണ്ഡലവും പാരിസ്ഥിതിക ധാർമ്മികതയും വിഭവങ്ങളുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഉപയോഗവും ഒക്കെ എങ്ങനെയാണ് എന്നുകൂടി വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭൂമി മനുഷ്യൻ്റെ ജീവിതത്തിനായി ഒരുക്കപ്പെട്ടതിലെ അനുഗ്രഹവും വിഭവങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിലെ അപകടവും ഈ സൂറത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. അവൻ എത്ര ഭൂമിയെ നിങ്ങൾക്ക് വിധേയനാക്കി തന്നവൻ, അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ വിധേയനാക്കി തന്നത്. അതിനാൽ നിങ്ങൾ അതിൻ്റെ മടക്കുകളിൽ സഞ്ചരിക്കുകയും അതിൻ്റെ സ്ഥലങ്ങളിൽ ഉപജീവനം ചെയ്ത് നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു കൊള്ളുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഭൂമി മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്രദമായ ഒരു പ്ലാറ്റ്ഫോമാക്കി മാറ്റിത്തന്നത് വിശുദ്ധ ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഭൂമിയുടെ ഉപരിതലം കൃഷിക്ക്, നിർമ്മാണത്തിനും സഞ്ചാരത്തിനും അനുയോജ്യമായ രീതിയിൽ തൻ്റെ കാരുണ്യത്താൽ അല്ലാഹു മെരുക്കിയെടുത്തതിനെയാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. എങ്കിലും ഭൂമിയെ വിധേയമാക്കി കൊടുത്തു എന്നത് അതിൻ്റെ അമിതമായി ചൂഷണം ചെയ്യാനുള്ള അനുമതിയല്ല. ഭൂമിയിലെ സകല വസ്തുക്കളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. മനുഷ്യൻ തൻ്റെ പാപങ്ങൾ കൊണ്ടും അഴിമതികൾ കൊണ്ടും പരിസ്ഥിതിയെ നശിപ്പിക്കുമ്പോൾ അതിൻ്റെ ഫലം പ്രകൃതി ദുരന്തങ്ങളായി മനുഷ്യൻ തന്നെ അനുഭവിക്കേണ്ടി വരും. ഈ ആയത്ത് ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്, എൻവിറോൺമെന്റലിസത്തിന് ഒരു ശക്തമായ ദൈവശാസ്ത്രപരമായ അടിത്തറ നൽകുന്നുണ്ട്. ഭൂമിയിലെ വിഭവങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി സുസ്ഥിരമായി ഉപയോഗിക്കാനുള്ള ധാർമ്മികമായ ബാധ്യത ഇത് വിശ്വാസികൾക്ക് നൽകുന്നുണ്ട്. രണ്ടാമത്തത് ദൗർബല്യത്തെക്കുറിച്ചുള്ള, ജലത്തിൻ്റെ കുറവിനെ കുറിച്ചുള്ള ചോദ്യം വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. സൂറത്തുൽ മുൽക്ക് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായ വിഭവങ്ങളെക്കുറിച്ചൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. പറയുക, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഉറവയിലെ വിശുദ്ധ ഖുർആനിലെ അവസാന ഭാഗം നോക്കാം. അഫറഅയ്തുമുൽ മാ അല്ലദി നിങ്ങളുടെ വെള്ളം വറ്റി വരണ്ടു പോവുകയാണെങ്കിൽ അതിനെ തിരിച്ച് ആരാണ് നിങ്ങൾക്ക് ശുദ്ധജലം കൊണ്ടുതരാനുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് മുമ്പിൽ ഈ ആയത്തിന് ലോകം അഭിമുഖീകരിക്കുന്ന ജലപ്രതിസന്ധി എന്താണ് എന്ന് ഇന്നത്തെ ഈ ഒരു ചോദ്യം വിശുദ്ധ ഖുർആനിൻ്റെ ചോദ്യവുമായി ബന്ധിപ്പിക്കാവുന്നതാണ്. യഥാർത്ഥവുമായി ഭൂഗർഭജലം അമിതമായി ഊറ്റിയെടുക്കുന്നത് മൂലമുള്ള ജലനിരപ്പിലെ താഴ്ച, ശുദ്ധജല സ്രോതസ്സുകളുടെ മലിനീകരണം, വരൾച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ ഇന്ന് ഈ ആയത്തിൻ്റെ സമകാലിക പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ്. ജലത്തിൻ്റെ ലഭ്യത മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യയുടെയോ നിയന്ത്രണത്തിൻ്റെയോ ഫലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന നിലയിൽ വലിയ യാഥാർത്ഥ്യമാണ് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ജലസ്രോതസ്സുകൾ വറ്റിപ്പോകുന്നത് മനുഷ്യൻ്റെ അഹങ്കാരത്തിനും പാരിസ്ഥിതിക ദുരുപയോഗത്തിനുമുള്ള ഒരു ദൈവീക താക്കീതായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. ഇനി അടുത്തത് പരലോക സത്യവും മുന്നറിയിപ്പുകളും നിഷേധത്തിനുള്ള മറുപടിയും വിശുദ്ധമായ സൂറത്തുൽ മുൽക്ക് നൽകുന്നുണ്ട്. സൂറത്തുൽ മുൽക്ക് അതിൻ്റെ മധ്യഭാഗത്ത് പരലോകത്തിലെ ശിക്ഷയെക്കുറിച്ചുള്ള ശക്തമായ താക്കീതുകൾ നൽകുന്നുണ്ട്. നരകത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ കേവലം ശിക്ഷാസ്ഥലമല്ല, അത് അള്ളാഹുവിനെ നിഷേധിച്ചവർക്ക് നരകത്തിൻ്റെ ശിക്ഷയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. നരകത്തെക്കുറിച്ചുള്ള വിവരണം കേവലം തീയും ചൂടും മാത്രമല്ല, അതിന് സ്വന്തമായ അസ്തിത്വവും കോപവും ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. നിഷേധികളെ അതിലേക്ക് എറിയപ്പെടുമ്പോൾ അത് കോപത്താൽ അലറുകയും ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. നരകം ഒരു നിഷ്ക്രിയമായ സ്ഥലമല്ല, മറിച്ച് അതിൻ്റെ തന്നെ സ്വഭാവത്തിൽ ഭയവും ഭീഷണിയുമുള്ള ഒരു യാഥാർത്ഥ്യമാണ് എന്ന വിവരണം കൂടി വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് നരകത്തെക്കുറിച്ചുള്ള പഠനം നൽകുകയാണ്. നിഷേധികളുടെ യുക്തിരാഹിത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പരലോകത്തെ നിഷേധിക്കുന്നവർ പരിഹാസത്തോടെ പ്രവാചകനോടും വിശ്വാസികളോടും ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ ഈ താക്കീത് എപ്പോഴാണ് സംഭവിക്കുക? ഈ ചോദ്യം അവരുടെ അഹങ്കാരത്തിൽ നിന്നും അലംഭാവത്തിൽ നിന്നും ഉടലെടുത്തതാണ്. ഖുർആൻ ഇതിന് മറുപടി നൽകുന്നു. പറയുക, ആ അറിവ് അല്ലാഹുവിൻ്റെ അടുക്കലാണ്, ഞാൻ വ്യക്തമായ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. ഈ പ്രതികരണം പരലോക സമയം നിർണ്ണയിക്കാൻ മനുഷ്യൻ ശ്രമിക്കുന്നതിലെ യുക്തിരാഹിത്യത്തെ തുറന്നു കാട്ടുന്നു. അതിൻ്റെ യാഥാർത്ഥ്യം ഭൗതിക ലോകത്തെ കണക്കുകൂട്ടലുകൾക്കും സമയനിർണയങ്ങൾക്കും അതീതമാണ് എന്ന് നിഷേധികളുടെ അഹങ്കാരം അവരുടെ വിധി നിഷേധത്തിന് കാരണമാവുകയും ചെയ്യുകയാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധുനിക ജീവിതത്തിനായുള്ള ആശയ സംഗ്രഹം എന്താണ്? സൂറത്തുൽ മുൽക്ക് ഒരു സമഗ്രമായ ലോകവീക്ഷണമാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. അത് മനുഷ്യൻ്റെ ആന്തരിക ധാർമ്മികതയെയും ബാഹ്യമായ പെരുമാറ്റത്തെയും നിയന്ത്രിക്കുന്ന തത്വങ്ങൾ ഉൾക്കൊള്ളുന്നു. സമഗ്രമായ ഒരു ആശയ സംഗ്രഹം എന്താണ്? ഈ സൂറത്തിലെ പഠനങ്ങളിലൂടെ ആധുനിക ജീവിതത്തിന് ആവശ്യമായ 4 പ്രധാന ആശയങ്ങൾ സംഗ്രഹിക്കാവുന്നതാണ്. ഒന്ന്, ദൈവീക തൗഹീദിൽ അധിഷ്ഠിതമായ ലോകവീക്ഷണം. പരമാധികാരം, ജീവിത ലക്ഷ്യം, ഉപജീവനം എന്നിവയെല്ലാം
എല്ലാ ഉറവിടം അള്ളാഹു മാത്രമാണ്. ഇതിൻ്റെ എല്ലാം ഉറവിടം അള്ളാഹുവാണ്. ഇത് മനുഷ്യൻ്റെ അധികാര കേന്ദ്രങ്ങളെയും സ്വയം പര്യാപ്തതയെക്കുറിച്ചുള്ള അഹങ്കാരത്തെയും തകർക്കുന്നുണ്ട്. രണ്ടാമത്തത് കർമ്മങ്ങളുടെ മൂല്യം, അതായത് അഹ്സനു അമൽ. ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളും ഒരു ധാർമ്മിക പരീക്ഷണമായി കാണണം. സാമൂഹിക, പ്രൊഫഷണൽ, വ്യക്തിപരമായ എല്ലാ ഇടപെടലുകളും അളവിനേക്കാൾ ഗുണനിലവാരവും ആത്മാർത്ഥതയുമാണ് പ്രധാനം എന്ന് പഠിപ്പിക്കുകയാണ്. പിന്നെ പ്രപഞ്ചത്തോടുള്ള സമീപനം എന്താണ്? പ്രകൃതിയെ കേവലം ചൂഷണം ചെയ്യാനുള്ള ഭൗതിക വിഭവമായി കാണാതെ ദൈവത്തിൻ്റെ ദൃഷ്ടാന്തമായും പഠന വിഷയമായി കാണണം. ഇത് പ്രകൃതിയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. പിന്നെ ഭാവിയിലേക്കുള്ള താക്കീത്, ജലസുരക്ഷ, പാരിസ്ഥിതിക നാശം തുടങ്ങിയ ആധുനിക പ്രതിസന്ധികൾ മനുഷ്യൻ്റെ ധാർമ്മികമായ വീഴ്ചയായി വരുമെന്നും അതിനെ കൃത്യവൽക്കരിക്കുവാൻ ഒരു വിശ്വാസിക്ക് കഴിയണമെന്നും കൂടി വിശുദ്ധ ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. സൂറത്തുൽ മുൽക്കിൻ്റെ ഇനി വിഷയപരമായ ഒരു ഘടനയും സമകാലിക പ്രയോഗവും എന്താണ് എന്ന് നമുക്ക് നോക്കാൻ കഴിയും. അതായത് സൂറത്തുൽ മുൽക്കിൻ്റെ ഘടനാപരമായ വിശകലനത്തിലൂടെ അതിൻ്റെ വിഷയങ്ങളെയും അവയുടെ ആധുനിക പ്രയോഗങ്ങളെയും സംബന്ധിച്ച വ്യക്തമായ ധാരണ നമുക്ക് ലഭിക്കുന്നുണ്ട്. സൂറത്തുൽ മുൽക്കിലെ പ്രധാനപ്പെട്ട ടെർമിനോളജികളും അതിൻ്റെ സമകാലിക വ്യാഖ്യാനവും നമുക്ക് നോക്കാം. അറബി പദമാണ് അൽ മുൽക്ക് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഒരു ക്ലാസിക്കൽ ആശയം എന്ന് പറഞ്ഞാൽ പഴയ ആശയത്തിൽ പരമാധികാരം, രാജകീയ അധികാരം എന്നൊക്കെയാണ്. എന്നത് പുതിയ കാലത്തേക്ക് വരുമ്പോൾ സമകാലിക പ്രസക്തി എന്താണ്? ആഗോളഭരണം, രാഷ്ട്രീയ ഉത്തരവാദിത്വം, അധികാര ദുർവിനിയോഗത്തിൻ്റെ ഒരു ഭാഗം എന്നൊക്കെ നമുക്കിതിനെ മാറ്റാൻ കഴിയും. അഹ്സനു അമൽ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളിലെ ഗുണനിലവാരം എന്നതാണ് പഴയ കാലത്ത് നമുക്കതിന് പറയാൻ പറ്റുന്ന ഒരു അർത്ഥമെങ്കിൽ നമുക്ക് ഇന്നത് സമകാലിക പ്രസക്തി ഉണ്ടാകുന്ന ധാർമ്മിക ഗുണനിലവാരം, പ്രൊഫഷണൽ എത്തിക്സ് എന്നൊക്കെ നമുക്ക് അതിനെ പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഇനി തഫാവത്ത്, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തഫാവത്ത്, എന്തെങ്കിലും അപാകതയുണ്ടോ, വൈരുദ്ധ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. നമുക്ക് ഇന്ന് അതിനെ കോസ്മോളജി, ശാസ്ത്രീയമായ ക്രമം, പ്രകൃതിയുടെ സൂക്ഷ്മ രൂപകൽപ്പന എന്നൊക്കെ നമുക്ക് പ്രയോഗിക്കാൻ കഴിയുന്നതാണ്. പിന്നെ മാ ഇൻ ഗൗറൻ എന്ന് പറയുന്നു, അതായത് ആഴത്തിൽ ഊർന്നുപോയ ജലം. എന്ന് പറയുന്നുണ്ട്. ശുദ്ധമായ വെള്ളം എപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുക എന്ന ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിലെ ആ ഔ എന്ന് പറയുന്ന ആഴത്തിൽ ഊർന്നു പോവുക എന്ന്, അത് നമുക്ക് ഇന്നത്തെ പുതിയ കാലത്ത് ജലസുരക്ഷയെക്കുറിച്ചും പാരിസ്ഥിതിക പ്രതിസന്ധി, വിഭവങ്ങളുടെ പ്രതിസന്ധിയെക്കുറിച്ചും ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്രയോഗമാണ്. അപ്പോൾ സൂറത്തുൽ മുൽക്കിൻ്റെ നമുക്കൊരു വിഷയപരമായ ഘടനയും സമകാലിക പ്രയോഗവും ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി അതിൻ്റെ പ്രധാനപ്പെട്ട സൂറത്തുൽ മുൽക്ക് വിഷയപരമായ ഘടനയും സമകാലിക പ്രയോഗവും നമ്മൾ കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തു. ഇനി ദൈവികപരമായ ഈ ഒരു സംഗതിയിൽ നമ്മൾ എന്താണ് നമ്മളുടെ ഒരു ഉണ്ടാക്കിയെടുക്കേണ്ട സംഗതി എന്താണ് എന്നതാണ്. ദൈവിക പരമാധികാരവും സൃഷ്ടിപ്പിൻ്റെ പൂർണ്ണതയുമാണ് പ്രധാന വിഷയമെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ്? തൗഹീദ് സ്ഥാപിക്കലും പ്രപഞ്ച ചിന്തയ്ക്ക് പ്രോത്സാഹനം കൊടുക്കലുമാണ്. എന്നാൽ അതിൻ്റെ ആധുനിക സാമൂഹിക പരിസ്ഥിതി പ്രയോഗം എന്താണ്? ശാസ്ത്രീയ ഗവേഷണത്തിനുള്ള പ്രചോദനം കൊടുക്കുന്നുണ്ട്, പ്രകൃതിയിലെ സ്ഥിരതയെക്കുറിച്ചുള്ള ചിന്ത നൽകുന്നുണ്ട് എന്നതാണ്. ഇനി രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ടത് പരലോകത്തെക്കുറിച്ച് മുന്നറിയിപ്പുകളും നിഷേധികളുടെ വാദങ്ങളെക്കുറിച്ചുമാണ് പ്രധാന വിഷയമെങ്കിൽ അതിൻ്റെ പഴയകാല ക്ലാസിക്കൽ ലക്ഷ്യം എന്താണ്? അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പരലോക സത്യത്തെ നിഷേധിക്കുന്നവർക്കുള്ള താക്കീതും ഖബറിലെ ശിക്ഷയെക്കുറിച്ചുള്ളതുമാണെങ്കിൽ ഇന്നത്തെ ആധുനിക സാമൂഹിക പാരിസ്ഥിതിക പ്രയോഗം എന്താണ്? ഭൗതികവാദത്തിൻ്റെ ദോഷഫലങ്ങളും അലംഭാവത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളുമാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത്. ഇങ്ങനെ പല രീതിയിൽ ഈ ഒരു സൂറത്തുൽ മുൽക്കിൻ്റെ ആശയ സംഗ്രഹം നമുക്ക് നടത്താൻ പറ്റും. ഏതായിരുന്നാലും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.